CPM സംസ്ഥാന സമ്മേളനത്തിൽ പ്രായപരിധി മാനദണ്ഡം കർശനമായി നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒഴിവുകളിൽ മന്ത്രിമാർ അടക്കമുള്ള പുതുമുഖങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്നിവരാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഇടം നേടാൻ സാധ്യതയുള്ള മറ്റു മന്ത്രിമാർ. SFI സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന കണ്ണൂരിൽ നിന്നുള്ള K അനുശ്രീ, DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്, സംസ്ഥാന പ്രസിഡന്റ് V വസീഫ്, CITU നേതാവ് കൂടിയായ ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ, ഇരവിപുരം MLA M നൌഷാദ് എന്നിവരും സംസ്ഥാന കമ്മിറ്റി അംഗത്വം ലഭിക്കുന്നവരാണ്. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗമായ വസീഫ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അടുപ്പക്കാരനാണ്. അടുത്തിടെ മാധ്യമപ്രവർത്തനം മതിയാക്കി CPM-ൽ ചേർന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായ MV നികേഷ് കുമാറും സംസ്ഥാന കമ്മിറ്റിയിലെത്താൻ സാധ്യതയുള്ള ഒരാളാണ്. 75 വയസ്സ് പ്രായപരിധിയിൽ കൊല്ലം ജില്ലയിൽ നിന്നുള്ള 4 നേതാക്കൾ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പുറത്തു പോകും. K രാജഗോപാൽ, K വരദരാജൻ, P രാജേന്ദ്രൻ, S രാജേന്ദ്രൻ എന്നിവരാണ് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിയുന്ന കൊല്ലത്തെ നേതാക്കൾ. കൊല്ലത്ത് നിന്ന് തന്നെയുള്ള വനിതാ നേതാവ് സൂസൻ കോടിയെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കും. കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയുടെ പേരിലാണ് സൂസൻ കോടിയെ ഒഴിവാക്കുന്നത്. ആരോഗ്യ കാരണങ്ങൾ കണക്കിലെടുത്ത് S ശർമ്മ, K ചന്ദ്രൻപിള്ള എന്നിവരെയും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാനാണ് സാധ്യത. കണ്ണൂരിൽ നിന്ന് P ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താൻ സാധ്യത നന്നേ കുറവാണ്. ജില്ലാ സെക്രട്ടറി MV ജയരാജനോ P ശശിയോ ആകും കണ്ണൂരിൽ നിന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളാകാൻ സാധ്യത. പതാക ഉയർത്തൽ ചടങ്ങിലും സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും P ജയരാജൻ പങ്കെടുത്തിരുന്നില്ല. തലസ്ഥാന ജില്ലയിൽ നിന്നുള്ള നേതാവായ കടകംപള്ളി സുരേന്ദ്രനും പതാക ഉയർത്തലിലോ സംസ്ഥാന കമ്മിറ്റിയിലോ പങ്കെടുത്തില്ല. സെക്രട്ടേറിയറ്റ് അംഗത്വത്തിന് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള നേതാവായിട്ടും പിണറായിയുടെ ഗുഡ് ബുക്കിൽ ഇല്ലാത്തതുകൊണ്ട് സാധ്യത മങ്ങിയ നേതാവാണ് ഇപ്പോൾ കടകംപള്ളി.